വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനെ കുറിച്ചാണ്. ഇറ്റ് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് കോർഡിനേറ്റഡ് ഇമെയിൽ സെൻഡ് ടു എ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻസ് വിത്ത് ദ ഗോൾ ഓഫ് അച്ചീവിംഗ് സ്പെസിഫിക് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാണ്, ഒരു കോർഡിനേറ്റ് ആയിട്ടുള്ള സീരീസ് ഓഫ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്ത് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. This objective can vary. ഇതിന്റെ ഒബ്ജക്റ്റീവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഡ്രൈവിംഗ് സെയിൽസ്, പ്രൊമോട്ടിംഗ് ന്യൂ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, ബിൽഡിംഗ് ബ്രാൻഡ് അവയർനെസ്, റിട്ടൈനിങ് കസ്റ്റമേഴ്സ്, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റിട്ടൈൻ ചെയ്യുക, ഡ്രൈവിംഗ് സെയിൽ ഡ്രൈവ്, അതേപോലെ ന്യൂ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് ഓരോ മാർക്കറ്റിംഗ് ക്യാമ്പയിനും വ്യത്യസ്തമായിരിക്കും. ആൻഡ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ക്യാൻ ഇൻവോൾവ് വേരിയസ് ടൈപ്പ് ഓഫ് കണ്ടന്റ് അവൈലബിൾ ആയിട്ട് ന്യൂസ് ലെറ്റേഴ്സ്, പ്രൊമോഷണൽ ഓഫേഴ്സ്, പ്രൊഡക്റ്റ് അനൗൺസ്മെന്റ് ആൻഡ് ഇവന്റ് ഇൻവിറ്റേഷൻ. A successful email marketing campaign is built on careful planning. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിന് ഒരു കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിംഗ് ദ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. ക്രാഫ്റ്റിംഗ് റിലവന്റ് ആൻഡ് പേഴ്സണലൈസ്ഡ് മെസ്സേജ്, റിലവന്റ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യണം. മെഷറിംഗ് പെർഫോമൻസ് ടു ഒപ്റ്റിമൈസ് ഫ്യൂച്ചർ ക്യാമ്പയിൻ. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് email marketing campaigns. ഒന്ന്, welcome emails. A welcome email is sent new subscriber or customer when they sign up for a newsletter or register for an account on website. നമ്മൾ ഏതെങ്കിലും ആപ്പിലോ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെൽക്കം ഇമെയിൽ വരും. അതിനാണ് വെൽക്കം ഇമെയിൽ എന്ന് പറയാം. പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെയാണ് വരാറുള്ളത്. യൂട്യൂബിൽ വരില്ല കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് ബ്രാൻഡ് ഓർ സർവീസ്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ് ഓർ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പർപ്പസ് എന്ന് പറയാൻ ടു താങ്ക് ദ റെസിപ്പിയന്റ് ഫോർ സബ്സ്ക്രൈബിംഗ് ഓർ ടു ഇൻട്രൊഡ്യൂസ് ദം ടു ദ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കുള്ള താങ്ക് യു മെസ്സേജ് ആയിട്ട് കൊടുക്കാറുണ്ട്. താങ്ക് യു ഇമെയിൽ പല സമയത്തും നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പ്രൊമോഷണൽ ഇമെയിൽസ്. Promotional emails are used to announce new product or service sales or special offer കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സെയിൽസ് സർവീസ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ടൊക്കെയുള്ള ഇമെയിലാണ് പറയാം പ്രൊമോഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. ദിസ് ഇമെയിൽസ് ഓഫൻ ഇൻക്ലൂഡ് ടൈം സെൻസിറ്റീവ് പ്രൊമോഷൻ ടു എൻകറേജ് ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ടൈം സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഡിസ്കൗണ്ട് 2 ദിവസത്തിനുള്ളിലുള്ള കാര്യങ്ങളെ അതിൽ നടക്കുള്ളൂ. To drive sales, increase product awareness or encourage recipient to take advantage of discount or limited time offer. Okay, limited time offer ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ അവയർനെസ് കൊടുക്കുക, എൻകറേജ് റെസിപ്പൻറ്റ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ടിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് റെസിപ്പൻസിനെ എൻകറേജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കണ്ടിട്ടോ 20% ഡിസ്കൗണ്ട്, ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ഓർ ഫ്ലാഷ് സെയിൽ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ട്രാൻസാക്ഷണൽ ഇമെയിൽസ് ആർ ട്രിഗേർഡ് ബൈ users action such as making purchase, creating an account or requesting password reset. This email are usually necessary for the transaction to be completed. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു, ആ സമയത്ത് നമുക്ക് തിരിച്ച് മെയിൽ വരും. അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് റിക്വസ്റ്റ് ചെയ്തു, ആ സമയത്തൊക്കെ നമുക്ക് വരുന്ന മെയിൽ ഉണ്ടാവും. അതിനെ ട്രാൻസാക്ഷണൽ ഇമെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി നെസസറി ഫോർ ട്രാൻസാക്ഷൻ ടു ബി കംപ്ലീറ്റഡ്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ടു പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ ആൻഡ് കസ്റ്റമർ ആക്ടിവിറ്റി ചെയ്തത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. കൺഫേമിംഗ് ആൻഡ് ഓർഡർ ഓർ അക്നോളജിങ് സബ്സ്ക്രിപ്ഷൻ അക്നോളജ്മെന്റ് ചെയ്യുന്നതിനോ ഓർഡർ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരും. സിപി നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് വരാറില്ലേ, നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഓർഡർ കൺഫർമേഷൻ ഒക്കെ. ഇനി ന്യൂസ് ലെറ്റർ ഇമെയിൽസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർലി ഷെഡ്യൂൾഡ് ഇമെയിൽ വരും. ദാറ്റ് പ്രൊവൈഡ് സബ്സ്ക്രിപ്ഷൻ വിത്ത് അപ്ഡേറ്റ്സ്, ടിപ്സ്, ആർട്ടിക്കിൾസ്, ന്യൂസ്, അതർ കണ്ടന്റ് ഓഫ് വാല്യൂ. ഇതിന്റെ പർപ്പസ് ആണ് ടു എൻഗേജ് ആൻഡ് റിട്ടേൺ സബ്സ്ക്രിപ്ഷൻ ബൈ ഡെലിവറി വാല്യുബിൾ കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ, അതിൽ എൻഗേജ് ചെയ്യുക, ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഫോസ്റ്ററിംഗ് കണക്ഷൻ വിത്ത് ദ ഓഡിയൻസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. വീക്ക്ലി മന്ത്ലി ഇമെയിൽ വരും. ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ടോ അല്ലെങ്കിൽ 2 months ആകുമ്പോൾ updates on new blogspot, upcoming event invitation emails are used to invite recipient to attend an event. recipient ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഇവന്റ് ഇൻവിറ്റേഷൻ ഇമെയിൽ സച്ച് ആസ് വെബിനാർ, കോൺഫറൻസ്, പ്രൊഡക്റ്റ് ലോഞ്ച്, പ്രൊമോഷണൽ ഇവന്റ്സ്. ഇതിന്റെ പർപ്പസ് ടു ഇൻക്രീസ് അറ്റൻഡൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ കമ്പനി ഹോസ്റ്റഡ് ഇവന്റ്. ഒരു കമ്പനി ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റിൽ പാർട്ടിസിപ്പൻസിന്റെ അറ്റൻഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി, പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറുള്ളത്.
നമ്മൾ ഏതെങ്കിലും സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ, അപ്പൊ നമുക്ക് അതിന്റെ മെയിൽ വരും. അതോടുകൂടി നമുക്ക് മെയിൽ ചിലപ്പോൾ അടുത്ത ദിവസം വരും, പരിപാടിയുടെ 1 മണിക്കൂർ മുമ്പ് വരും. അതോടുകൂടി നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അബാൻഡൻഡ് കാർട്ട് ഇമെയിൽസ്. ദീസ് ഇമെയിൽസ് ആർ ട്രിഗേർഡ് when adds items to their shopping cart but does not complete the purchase. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാർട്ട് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ these emails are triggered when customer add items to their shopping cart. ഷോപ്പിംഗിൽ നമ്മൾ കാർട്ടിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്ന സാധനങ്ങൾ, അതെന്ത് കംപ്ലീറ്റ് പർച്ചേസ്. ദിസ് കോൾ the goal is to remind the customer of the abandoned item and encourage item to finalize the transaction. നമ്മൾ ഒരു സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കാർട്ടിലേക്ക് കയറ്റും. അപ്പൊ നമുക്കൊരു മെയിൽ വരും. ആ മെയിലൂടെ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ വരും, ഫൈനലായിട്ട് ഇത് പെട്ടെന്ന് വാങ്ങണം, ഇതിന്റെ സ്റ്റോക്ക് തീരാൻ പോകുക, അങ്ങനെയൊക്കെ വരും. ടു റിക്കവർ പൊട്ടൻഷ്യലി ലോസ്റ്റ് സെയിൽ ബൈ പ്രൊമോട്ടിംഗ് ദ കസ്റ്റമർ ടു കംപ്ലീറ്റ് ദെയർ പർച്ചേസ്. പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് വരാറ്. ഇതൊരു റിമൈൻഡിങ് ഇമെയിൽ ഓഫറിംഗ് ആണ്. ഓക്കെ, അതിൽ ചിലപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ടു എൻകറേജ് ടു യൂസർ റിട്ടേൺ ദെയർ കാർട്ട്. റീ എൻഗേജ്മെന്റ് ഇമെയിൽസ്. റീ എൻഗേജ്മെന്റ് ഇമെയിൽസ് ആർ സെൻഡ് ടു ഇനാക്ടിവേറ്റ് ഓർ ഡോർമെന്റ് സബ്സ്ക്രൈബർ ഹു ഹാവ് ഇന്ററാക്റ്റഡ് വിത്ത് ഇമെയിൽസ് ഓർ ദ ബ്രാൻഡ് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലയളവിൽ ചില ആളുകൾ ഇന്ററാക്ട് ചെയ്യാതെയിരുന്നു, ഓക്കെ, അവർ ഇനാക്റ്റീവ് ആണ്. ആ സമയത്ത് അവർക്ക് വീണ്ടും മെയിൽ അയച്ചുകൊണ്ട് ചെയ്യുന്നതിനെ എന്ത് പറയാം, റീ എൻഗേജ്മെന്റ് ഇമെയിൽസ് എന്ന് പറയാം. The purpose is to bring them back into active engagement with the brand. ബ്രാൻഡിറ്റ് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയുള്ളതാണ്. പർപ്പസ് എന്ന് പറയുന്നത് ടു റീകിൻഡിൽ ഇൻട്രസ്റ്റ് ആൻഡ് എൻകറേജ് റെസ്പോണ്ട് ടു ടേക്ക് ആക്ഷൻ ഓർ റീകണക്ട് വിത്ത് ബ്രാൻഡ്. ബ്രാൻഡിറ്റ് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചില ആളുകൾ 3 month ആയിട്ട് കമ്പനിയായിട്ട് ഇന്ററാക്ട് ഇല്ലാത്ത, പർച്ചേസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് വീണ്ടും അവർക്ക് അതിനുള്ള ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ പോകും. സർവേ ആൻഡ് ഫീഡ്ബാക്ക് ഇമെയിൽസ്. നമ്മളൊരു കാര്യത്തെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം കസ്റ്റമേഴ്സിന്, അതിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ക്യാമ്പയിൻ സർവേ ആൻഡ് ഫീഡ്ബാക്ക് ഇമെയിൽസ് എന്ന് പറയുന്നത്. ഇതർ അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് ബ്രാൻഡ് ഓർ സ്പെസിഫിക് ടോപ്പിക്സ് ലൈക്ക് പ്രൊഡക്റ്റ് ഓർ സർവീസോ പ്രൊഡക്റ്റിന്റെയും അതിന്റെ സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് സർവേ ഓർ ഫീഡ്ബാക്ക് ഇമെയിൽസ്. ടു ഗ്യാദർ കസ്റ്റമർ ഒപ്പീനിയൻ. കസ്റ്റമറിന്റെ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് പ്രൊഡക്റ്റ് ഓർ സർവീസ്, പ്രൊഡക്റ്റും സർവീസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് സർട്ടൻ കസ്റ്റമർ റിലേഷൻ ബൈ ഷോയിങ് ദെയർ ഫീഡ്ബാക്ക് ഈസ് വാല്യൂഡ്. അവരുടെ ഫീഡ്ബാക്ക്, അവരോട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പ് എന്ത് സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ആൻഡ് അനൗൺസ്മെന്റ് ഇമെയിൽസ്. ഒരു പുതിയ പ്രൊഡക്റ്റ് അനൗൺസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഇമെയിൽസിന് എന്ത് പറയാം, പ്രൊഡക്റ്റ് ഓർ അപ്ഡേറ്റ് ഇമെയിൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ടു കീപ് കസ്റ്റമർ ഇൻഫോംഡ് അബൌട്ട് ചേഞ്ചസ് ടു എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റും സർവീസും എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്തു, ആ സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. എൻഷുറിംഗ് സ്റ്റേ അപ് ടു ഡേറ്റ് ആൻഡ് കണ്ടിന്യൂ യൂസിംഗ് ദ ഓഫറിംഗ്. ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. ആൻഡ് ഇമെയിൽ അനൗൺസ് ന്യൂ ഫീച്ചർ ആഡഡ് ടു സോഫ്റ്റ്വെയർ ടൂൾ ഓർ പ്രൊഡക്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, സീസണൽ ഹോളിഡേ ക്യാമ്പയിൻ. ചില ഹോളിഡേ ക്യാമ്പയിൻ ഒക്കെ നമ്മൾ കുറേ കണ്ടതാണ്, ഫ്രീഡം സെയിൽ ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്. ദിസ് ക്യാമ്പയിൻ ആർ tied to holiday special season like Christmas, Black Friday, New Year പോലുള്ള ഇങ്ങനെ പെരുന്നാൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മെയിൽ അയച്ചുകൊണ്ട് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ സീസണൽ ഷോപ്പിംഗ് ഹാബിറ്റ് നമ്മളെ കമ്പനിയിലേക്ക് അടുപ്പിക്കുക. ഹോളിഡേ ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് ബ്രാൻഡ് വിസിബിലിറ്റി. ഓക്കെ, ഇനി automation in email marketing. Email marketing automation refers to the use of software tools to automatically send emails to a targeted audience based on specific triggers and schedules. ഒരു പ്രത്യേക ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്ത നമ്മളെ കസ്റ്റമറിന് എന്ത് ചെയ്യണം, മെയിൽ അയക്കുന്നതിന് എന്ത് പറയാം, അതിനൊരു ടൂൾ ഉണ്ട്, അതിനെന്ത് പറയാം, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറയും. റാദർ ദാൻ മാനുവലി സെൻഡിങ് ഇൻഡിവിജ്വൽ ഇമെയിൽസ്. ഇൻഡിവിജ്വൽ ഇമെയിൽ അയക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, ഓട്ടോമേഷൻ അലൗസ് മാർക്കറ്റേഴ്സ് സെറ്റപ്പ് പ്രീ ഡിഫൈൻഡ് വർക്ക് ഫ്ലോ ആൻഡ് സെൻഡ് ഇമെയിൽസ് ബേസ്ഡ് ഓൺ യൂസർ ആക്ഷൻ, ബിഹേവിയർ, അതർ ഡാറ്റ. ആളുകളുടെ മറ്റു ഡാറ്റയും ബിഹേവിയറിന്റെയും അവരുടെ ആക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത്. By automating the email marketing process, businesses can engage with customers at the right time. Right time ൽ businesses എന്ത് ചെയ്യാണ്, customers ആയിട്ട് എൻഗേജ്മെന്റ് നടത്തുകയാണ്. ഡെലിവർ പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ആൻഡ് നർച്ചർ ലീഡ്സ് വിത്തൗട്ട് കോൺസ്റ്റന്റ് മാനുവൽ ഇന്റർവെൻഷൻ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാനുവൽ ഇന്റർവെൻഷൻ ഇല്ലാതെ നമ്മൾ എന്താ ലീഡ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. ഒന്ന്, ട്രിഗേർഡ് ഇമെയിൽസ് ആയിരിക്കും. ഓട്ടോമേറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ റെസ്പോൺസ് ടു യൂസർ സ്പെസിഫിക് ആക്ഷൻ or behavior such as signing up for newsletter, making a purchase, abandoning shopping cart. നമ്മൾ ഈ ഇതിൽ ട്രിഗേർഡ് ഇമെയിൽസ് ആണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സൈൻ ചെയ്തു അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങി പർച്ചേസ് ചെയ്തു, ആ സമയത്ത് നമുക്ക് വരുന്ന മെയിലുകളാണ് ട്രിഗേർഡ് ഇമെയിൽസ് എന്ന് പറയുന്നത്. അത് 10Q ഇമെയിൽ ആയിരിക്കും വരിക. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക.
പേഴ്സണലൈസേഷൻ ഓട്ടോമേറ്റഡ് ഇമെയിൽസ് ക്യാൻ ബി ഹൈലി പേഴ്സണലൈസ്ഡ് ബേസ്ഡ് ഓൺ യൂസർ ഡാറ്റ യൂസറിന്റെ ബിഹേവിയർ പാസ്റ്റ് എന്തൊക്കെയാണ് വാങ്ങിയത് അവരുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നെയിം ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാറുള്ളത് അതാണ് പേഴ്സണലൈസേഷൻ ഇതിൽ സാധ്യമാണ് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത് സാധ്യമാവുന്നത് അതുപോലെ തന്നെ സെഗ്മെന്റേഷൻ ഓട്ടോമേഷൻ അലോ മാർക്കറ്റേഴ്സ് ടു സെഗ്മെന്റ് their email list into different group based on criteria like interest, location, behavior and or engagement level എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിനെ പ്രത്യേക ഗ്രൂപ്പുകളാക്കിയിരിക്കാം മെയിൽ ഫീമെയിൽ എന്നുള്ള ഗ്രൂപ്പ് ആക്കാം ഇന്ന സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ അതിന്റെ ഗ്രൂപ്പ് ആക്കാം അതിനനുസരിച്ച് അവർക്ക് അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പിനനുസരിച്ചുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഡ്രിപ്പ് ക്യാമ്പയിൻ എ ഡ്രിപ്പ് ക്യാമ്പയിൻ ഈസ് എ സീരീസ് ഓഫ് ഓട്ടോമേറ്റഡ് ഇമെയിൽ സെൻഡ് ഓവർ ടൈം ടു നർച്ചർ ലീഡ്സ് ആൻഡ് ഗൈഡ് യൂസേഴ്സ് ത്രൂ സെയിൽസ് ഫ്യൂണൽ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു സീരീസ് ഓഫ് ഓട്ടോമേറ്റഡ് ഇമെയിൽസ് ഓരോ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് ദിസ് ക്യാമ്പയിൻ ആർ ഓഫൺ യൂസ്ഡ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ബിൽഡ് ട്രസ്റ്റ് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവരായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ യൂസ് ചെയ്യാറുള്ളത് എ സീരീസ് ഓഫ് ഓൺബോർഡിംഗ് ഇമെയിൽസ് ഓഫ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഇൻട്രൊഡ്യൂസിംഗ് them to feature and benefit of product over few weeks A/B testing automation tools often include A/B testing features like allowing marketers to test different version of email subject line copy or design to see which performance ഏതാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും Analytics and reporting. Automated emails marketing platform providing insight and metrics such as open rate, click-through rate, bounce rate, conversion rate. നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനലൈസ് ചെയ്യാൻ പറ്റും എത്ര ആൾക്കാർ ഓപ്പൺ ചെയ്തു എത്ര ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്തു അതിൽ നമ്മളെ സൈറ്റിലേക്ക് വന്നു ബൗൺസ് റേറ്റ് എത്ര കൺവേർഷൻ റേറ്റ് എത്ര എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ദിസ് ഈസ് എ ടൈം സെൻസിറ്റീവ് ക്യാമ്പയിൻ ആണ് പെട്ടെന്നുള്ള ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ടൈം സെൻസിറ്റീവ് ക്യാമ്പയിൻ ഇതിൽ സാധ്യമാണ് lead scoring and nurturing automation system can track user behavior മനസ്സിലാക്കാൻ സാധിക്കും assign score to leads based on their engagement level okay ഇനി dynamic content automated email campaign can include dynamic content that change based on user behavior and preference making message more relevant യൂസറിന്റെ ബിഹേവിയറും പ്രിഫറൻസും ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിലവന്റ് ആയിട്ടുള്ള മെസ്സേജ് അവർക്ക് എത്തിക്കാൻ സാധിക്കും ഫോളോ അപ്പ് സീക്വൻസ് Automation can handle follow-up emails after an initial content or event, ensuring no leads is left without communication. Communication ഇല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ലീഡ് കിട്ടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് സീക്വൻസ് ആയിട്ടുള്ള മെയിൽ നമ്മൾ അയച്ചുകൊണ്ടുള്ള ഇത് നമ്മൾ ചെയ്യാറുണ്ട് അതിനെ ഫോളോ അപ്പ് സീക്വൻസ് എന്ന് പറയാം മൾട്ടി ചാനൽ integration. Many email automation platform integrate with other marketing channels such as social media, CRM system, SMS, creating unified marketing. ഇതെന്ത് ചെയ്യുന്നുണ്ട് ഈ നമ്മളെ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു പല സോഷ്യൽ മീഡിയറ്റും ഇവരായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൂടെയൊക്കെ ഈ മെസ്സേജുകളും SMS നോട്ടിഫിക്കേഷനൊക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കും ബെനിഫിറ്റ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും ഇംപ്രൂവ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യും നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈംലി മെസ്സേജ് അയക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യും സ്കെയിലബിലിറ്റി enable sending large volume of emails without sacrificing personalization or relevance പേഴ്സണലൈസേഷനും റെലവൻസും സാക്രിഫൈസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും ലാർജ് വോളിയം ഓഫ് ഇമെയിൽ അയക്കുന്നതുകൊണ്ട് തന്നെ ഇനാബിളിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്കെയിലബിലിറ്റി ഉണ്ടാവും ബെറ്റർ ROI by sending targeted well timed emails business are more likely to convert leads into customers improving return on investment then ROI എന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യും ടൈം സേവിംഗ് വളരെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ടൈം സേവിംഗ് ആണ് റിമൈൻഡേഴ്സ് ആണ് പ്രൊമോഷണൽ ഇമെയിൽസ് ആണ് ഇതിലൂടെ സെൻഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഓക്കെ താങ്ക് യു